ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു. UG അപ്ലിക്കേഷൻ ജൂലൈ 12 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏകദേശം 1163 യൂണിവേഴ്സിറ്റികളിൽ നമ്പർ സെക്കൻഡ് രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻ CUT UG അഡ്മിഷൻ വഴിയാണ് അതിന്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 25ഓളം UG കോഴ്സുകളാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി കോഴ്സുകൾ ഫോറിൻ ലാംഗ്വേജുകളാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്രയാണ് അപ്ലിക്കേഷൻ ഫീസ്, എന്തൊക്കെയാണ് ഇതിന്റെ അഡ്മിഷൻ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് 12 ജൂലൈക്ക് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22 ജൂലൈ 2026 ആണ്. രാത്രി 11:50 വരെ സമയം ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതിന്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 23 to 24 ജൂലൈ 2026 കറക്ഷൻ വിൻഡോ ഉണ്ടാവുക. പിന്നെ ഇതിന്റെ പബ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് 3 ആഗസ്റ്റ് 2026 ആണ്. അത് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഇതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഈ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം പേയ്മെന്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 3 to 5 ആഗസ്റ്റ് ആണ് അതിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിന്റെ സെക്കൻഡ് ലിസ്റ്റ് 12 ആഗസ്റ്റിന് വരും, സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ്. പിന്നെ അതിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ള സമയം വരും. പിന്നെ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ 3 സെപ്റ്റംബറിനായിരിക്കും വരാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ബേസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ജനറൽ അതുപോലെ തന്നെ OBC EWS കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 300 രൂപയാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 150 രൂപ ആയിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ ഫോറിൻ നാഷണൽസ് ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 3,830 rupees ആണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് jnue.jnu.ac.in എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷന്റെ ഒഫീഷ്യൽ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ബ്രോഷർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കോഴ്സുകളെ പറ്റി സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏകദേശം 25ഓളം കോഴ്സുകളാണ് ഇതിൽ വരുന്നത്. പക്ഷെ അതിൽ 11ഓളം കോഴ്സുകൾ മാത്രമാണ് ഡിഗ്രി കോഴ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ 1 year പ്രോഗ്രാം ആണ്, 1 year കോഴ്സാണ്, സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് CUT UG വഴി തന്നെയാണ് അതിനുള്ള അഡ്മിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത്. ബേസിക്കലി നമുക്ക് ആദ്യം തന്നെ പറയാം, BA Honours Persian എന്ന് പറയുന്ന കോഴ്സിന് നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BA Honours PASTO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം ക്രൈറ്റീരിയ ആണ്, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും നിർബന്ധമായി എഴുതിയിരിക്കണം ഇതിന് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ പറയുന്നത് BA Honours Arabic ആണ്, സെയിം ക്രൈറ്റീരിയ ആണ്, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതിയിരിക്കണം. പിന്നെ BA Honours Japanese ഉണ്ട്. അപ്പൊ ഇതിനും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും നിർബന്ധമായി എഴുതിയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോഴ്സുകൾക്ക് ഫോറിൻ ലാംഗ്വേജസ് ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മോസ്റ്റ് ഓഫ് ദി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഒരുപാട് കുട്ടികളൊക്കെ ഹ്യൂമാനിറ്റീസ് സയൻസ് കോഴ്സുകളിലൊക്കെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവിടെ ബാക്കി കോഴ്സുകൾക്കൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫോറിൻ ലാംഗ്വേജ് അല്ലാതെയുള്ള കോഴ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പലരും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഫോറിൻ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇഫ്ലു പോലെ തന്നെ വൺ ഓഫ് ദി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. NIRF റാങ്കിൽ സെക്കൻഡ് റാങ്കിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ. അതുപോലെ തന്നെ വേൾഡ് റാങ്കിങ്ങിലൊക്കെ ടോപ്പിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇനിയിപ്പോൾ നിങ്ങൾ PG നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ BA Honours Japanese എന്ന് പറയുന്ന കോഴ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന BA Honours Korean ആണ്. ഈ ഒരു കോഴ്സിന് ഏകദേശം ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് തന്നെ എഴുതിയിരിക്കണം എന്നാലേ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ BA Honours Chinese കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം ക്രൈറ്റീരിയ ആണ്, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതിയിരിക്കണം. പിന്നെ വരുന്ന BA Honours French ആണ്. അപ്പൊ ഇതിനും ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് എഴുതിയാലേ എലിജിബിൾ ആവുള്ളൂ. പിന്നെ വരുന്ന BA Honours German ആണ്. ജർമ്മൻ ഗുഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്, നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ. ഇതിൽ എല്ലാ കോഴ്സുകൾക്കും നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്, കുറച്ചുകൂടി ജർമ്മൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിന് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എഴുതിയാലാണ് എലിജിബിൾ ആവാന്നുള്ളതാണ്. പിന്നെ വരുന്നത് BA Honours Russian കോഴ്സാണ്. അപ്പൊ ഇതിനും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് BA Honours Spanish ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനും ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു കോഴ്സാണ് BSc in പ്രോഗ്രാം ഇൻ ആയുർവേദ ബയോളജിയിലുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സ് എഴുതിയിരിക്കണം, കെമിസ്ട്രി എഴുതിയിരിക്കണം. നിർബന്ധമായിട്ട് ഫിസിക്സ് കെമിസ്ട്രി CUT ഡൊമൈൻ ആയിട്ട് എഴുതിയിരിക്കണം. കൂടാതെ ബയോളജി അല്ലെങ്കിൽ മാത്സ് എഴുതിയിരിക്കണം. ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമാണ്. കൂടാതെ ബയോളജി അല്ലെങ്കിൽ മാത്സ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. 3 സബ്ജക്റ്റാണ് അപ്പോൾ എടുക്കുക, ഫിസിക്സ് കെമിസ്ട്രി
പിന്നെ മാത്സ് അല്ലെങ്കിൽ ബയോളജി അതിലേതെങ്കിലും ഒന്ന്. അപ്പോൾ 750 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രി കോഴ്സുകൾ, 4 ഇയർ ഹോണേഴ്സ് ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കോഴ്സാണ്. 11ഓളം കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. പക്ഷേ ഇതിന് ക്രൈറ്റീരിയ CUT വഴിയാണ്. CUTയിലെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതിയാൽ ഈ ഒരു കോഴ്സുകൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളതാണ്. ഞാൻ ഏതൊക്കെ കോഴ്സ് ആണെന്നുള്ളത് വായിക്കാം. ഇതിലൊക്കെ സെയിം ക്രൈറ്റീരിയ ആണ്, ഞാൻ അത് എടുത്ത് പറയുന്നില്ല. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആവുന്നതാണ്. അപ്പോൾ 1 ഇയർ ആയി ഷോർട്ട് ടേം ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ മംഗോളിയൻ കോഴ്സ് ഉണ്ട്, ഭാഷ ഇന്തോനേഷ്യ ഉണ്ട്, ഉറുദു കോഴ്സ് ഉണ്ട്, പാസ്തോ ഉണ്ട്, ഉസ്ബെക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹീബ്രു ഉണ്ട്, പാലി ഉണ്ട്, സാൻസ്ക്രിറ്റ് കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ യോഗ ഫിലോസഫി ഉണ്ട്, വേദിക് കൾച്ചർ ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, നാട്യശാസ്ത്ര കോഴ്സ് ഉണ്ട്, ഹെൽത്ത് അവയർനെസ് ആൻഡ് വെൽനെസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്. ഇതൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒക്കെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് ആണ്. എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 25 കോഴ്സുകളിൽ ഈ ഡിഗ്രി കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കോഴ്സായി 25 കോഴ്സുകളാണുള്ളത്. അതിൽ 24 കോഴ്സുകൾക്കും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതിയാൽ എലിജിബിൾ ആവുന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി BSc പ്രോഗ്രാമിംഗ് ആയുർവേദിക് ബയോളജിക്ക് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധമായി എഴുതിയിരിക്കണം. കൂടാതെ ബയോളജി അല്ലെങ്കിൽ മാത്സ് എഴുതിയാൽ അതിന് എലിജിബിൾ ആവുള്ളൂ. ബാക്കിയൊക്കെ സെയിം ക്രൈറ്റീരിയ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ആ ഒരു ക്യാമ്പസിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസാണ്. അവിടെ ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ള ബാക്കി PG കോഴ്സുകളാണ്. മോസ്റ്റ് ഓഫ് ദി കോഴ്സുകൾ PGക്കുള്ള കോഴ്സുകളാണ്. ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുപാട് കോഴ്സുകൾ PGക്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. UGക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആകെ ഈ ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജും അതുപോലെ തന്നെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും കൂടാതെ ഈ ഒരു ഒറ്റൊരു സയൻസ് കോഴ്സ് മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജുകൾ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ BSc ആയുർവേദിക് ബയോളജി എടുക്കണം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. നിങ്ങൾ നിർബന്ധമായും അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റിലൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അത് വേർത്ത് ആയിരിക്കും. നിങ്ങൾ ലൈഫ് ലോങ് അതൊരു വേർത്ത് ആയിരിക്കും. ഈ ഒരു IIT ബ്രാൻഡ് പോലെ അല്ലെങ്കിൽ NIT ബ്രാൻഡ് പോലെ IIM ബ്രാൻഡ് പോലെ ഒരു ബ്രാൻഡായി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് JNU എന്ന് പറയുന്നത്, JNUയിൽ പഠിച്ചിറങ്ങുന്നത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ CUT UG എഴുതിയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ നിർബന്ധമായി അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.